പാറു, മക്കളെന്നാ വരുന്നേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രതാപേട്ട, അവര് 3 പേരും ഇന്ന് വൈകിട്ടത്തേന് വരുമെന്ന് എന്നോട് പറഞ്ഞത്. അക്കുമോനും കൂടെ വരുവോ? അവൻ വരുമെന്ന് വല്ലതും പറഞ്ഞോ? ആ, അക്കു വരും, അവനും വരുമെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ പ്രതാപേട്ട, അക്കുന്റെ ബർത്ത്ഡേ വരുമല്ലേ, നമുക്കതൊന്ന് ആഘോഷിക്കണ്ടേ? അവന്റെ ബർത്ത്ഡേ ഞാൻ മറക്കുവോ? അവൻ നമ്മുടെ സ്വന്തം മോനല്ലെങ്കിലും ഇപ്പൊ അവൻ നമ്മുടെ സ്വന്തമല്ലേ. ഓർഫനേജിൽ വെച്ച് ഞാൻ അവനെ കാണുമ്പോ നമ്മുടെ തേജുവിന്റെ വിക്കുവിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവൻ വലിയ ആളായി. അക്കു നമ്മുടെ മോൻ തന്നെയാ. അക്കു ഇല്ലാതെ ഇപ്പൊ ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ 3 മക്കളും എനിക്കിപ്പോ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. ആ, അടുത്ത ദിവസം അവന്മാരിങ്ങ് വരട്ടെ. 3 പേരെ CEO ആയിട്ട് നിയമിക്കണം. പിന്നെ അവരുടെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവര് വരുമ്പോ വേണം അതുകൂടെ ചോദിച്ചറിയാൻ. എന്നിട്ട് അതുപോലെ ബാക്കി തീരുമാനിക്കാം. ആ, അവന്മാരുടെ ജോലിയുടെ കാര്യം ഒന്നും പറയണ്ട. അവന്മാരവിടെ ചേരുന്നതിന്റെ അടുത്ത ദിവസം തൊട്ട് എല്ലാരും അവിടുന്ന് റിസൈൻ ചെയ്ത് ഓടത്തേ ഉള്ളൂ. 3 പേരും ദേശത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. എങ്ങനെയായി തീരുമെന്ന് ദൈവത്തിനറിയാം. അല്ലേട്ടാ, രാജേട്ടനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം അറിഞ്ഞോ? അവര് നാട്ടിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. മക്കള് വന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. സത്യപ്രിയനെ കണ്ടിട്ട് എത്ര കൊല്ലമായി. എന്തായാലും മക്കള് വരട്ടെ. എന്താ പാറുവമ്മേ, വലിയ തിരക്കാന്ന് തോന്നുന്നു. നിങ്ങള് വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞേ? ബാക്കി 2 എവിടെ? എന്റെ പാറൂസേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വിക്രം വന്നില്ല കേട്ടോ. അത് കൊള്ളാം. നിങ്ങള് 3 പേരും ഒരുമിച്ച് വരുമെന്നല്ലേ പറഞ്ഞേ? പിന്നെ അവനെന്താ വരാഞ്ഞേ? നിങ്ങള് 3 പേരെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞങ്ങള്. അപ്പൊ കാണാൻ നിങ്ങൾ 2 പേരും മാത്രം വന്നേക്കുന്നേ. അവനിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ 2 ദിവസം കഴിഞ്ഞു വരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് വലുതായിട്ട് നിർബന്ധിക്കാനും പോയില്ല. നിങ്ങള് 3 പേരും വന്നു കഴിഞ്ഞ് നാട്ടിലോട്ട് പോവാന്നും പറഞ്ഞിരിക്കുവായിരുന്നു. ഇപ്പൊ അവൻ വരാതുകൊണ്ട് ഇനി എങ്ങനെ പോകുന്നേ? അത് സാരയില്ല അച്ഛാ, നമുക്ക് നേരെ നാട്ടിലോട്ട് പോവാം. അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ? അത് മതി അച്ഛാ, നമുക്ക് എന്തായാലും നാട്ടിലോട്ട് പോവാം. അവനോട് ഞാനിപ്പോ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ ഇത്ര ആഗ്രഹിച്ചിട്ട് അത് കുഴപ്പമില്ല, ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞേക്കാം. നിങ്ങൾ എന്തായാലും റെഡി ആയിക്കോ. അല്ല, ഈ പെങ്കൊച്ചിന് എവിടെ പോയി കിടക്കുവാ? നീലാംബരി, എടി നീലാംബരി. ചേച്ചി, ഞാൻ ദാ ഇപ്പൊ വരാം. ചേച്ചി, ഞാനിവിടെ ഉണ്ട്. ഞാൻ തുണിയൊക്കെ കഴുകിയിടുവായിരുന്നു. ആ, എന്നാ നീ പോയി തുണി കഴുകിക്കോ. പിന്നെ നീ തുണി കഴുകി കഴിഞ്ഞ് ഇവിടൊക്കെ ഒന്ന് തൂത്തുവാരി തുടച്ചിടണം കേട്ടോ. അതോടെ ചെയ്തിട്ട് നീ പോയിക്കോ. ആ ചേച്ചി അത്തോട്ടില്ല, ഞാൻ അതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. നീലു, അല്ല ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? പിന്നെ നീലു, നീ ചോദിച്ച കാശ് ഞാൻ വൈകിട്ടത്തേന് തരാം കേട്ടോ. നീലു, ഇന്നാ നീ പറഞ്ഞ പൈസ. വളരെ നന്ദിയുണ്ട് ചേച്ചി. ഞാനെന്താ പോട്ടെ. എന്റെ ദേവി, ഈ 30,000 രൂപയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും മോശമായിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തായാലും ഈ പൈസക്ക് അമ്മ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മോനെ അക്കു, അവൻ വിളിച്ചായിരുന്നോ? അവൻ വിളിച്ചായിരുന്നച്ചാ. പിന്നെ അവൻ പറഞ്ഞു ഞാൻ വന്നു കേട്ടോ. ഇനി ഞാൻ താമസിച്ചെന്ന് പറഞ്ഞേക്കരുത്. അല്ല, അവനെവിടെ? ആ അമ്മേ, ഞാൻ താക്കോൽ എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ പോയതായിരുന്നു. അപ്പൊ എങ്ങനാ, നമുക്ക് പോവാം? അമ്മ ദേ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. ഞാൻ പോയി ഈ ടാബ്ലറ്റ് ഒക്കെ മേടിച്ചോണ്ട് വരാം. മോള് പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നീ പോയിട്ട് വാ. ഏട്ടാ, അത് പ്രിയല്ലേ ഇരിക്കുന്നേ? അതേലോ, അത് പ്രിയ തന്നെ. നീ വന്നേ.
മോളെ പ്രിയേ, പ്രതാപേട്ട, പാറു, നിങ്ങളുടെ രണ്ടുപേരും എന്താ ഇവിടെ? എപ്പോ നാട്ടിലെത്തി? ഞങ്ങളുടെ നാട്ടില് ഇന്നലെ വന്നു. അല്ല, നീ എന്താ ഇവിടെ? നിനക്ക് എന്ത് പറ്റി? അമ്മ ഇവിടെ നിക്കുവാണോ? ഞാൻ അവിടെ നിക്കല്ലേ പറഞ്ഞേ. അല്ല, ഇവരൊക്കെ ആരാ? ആ മോളെ നീലു, ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രതാപ് അങ്കിളിനെയും പാറു ആന്റിയെയും പറ്റി? അവരാ ഇത്. അല്ലക്കോ, ഈ അച്ഛൻ എവിടെയാ? ഞാൻ ഈ അച്ഛനോടും അമ്മയോടും ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഇത് എവിടെ പോയി? വാ, നമുക്ക് അവിടെ വരെ പോയി നോക്കാം. ദേണ്ട നിക്കുന്ന രണ്ടുപേരും. അച്ഛാ, നിങ്ങൾ ഇവിടെ നിക്കുവായിരുന്നോ? ഞങ്ങൾ അവിടെ ഒക്കെ നോക്കുവായിരുന്നു നിങ്ങളെ.